വെൽക്കം ടു പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ സദ്യക്ക് ഒരു 100 കൂട്ടം എന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് അച്ചാറല്ല, തോരനല്ല, കറിയല്ല, മറിച്ച് മത്തൻ കൊണ്ട് പായസം. മത്തൻ കൊണ്ടുള്ള പായസം. അതിന് പായസം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഇന്ന് 50ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുകയാണ്. 50ാമത്തെ എപ്പിസോഡ് നമ്മൾ മത്തൻ പായസം. ഈ മത്തന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ. എന്താണ്? നമ്മുടെ പാടിയിൽ തന്നെ ഉണ്ടായതാണ്. ഈ ഒരുപാട് ചെറിയ മത്തനാണ്, പക്ഷെ അത് പാടിയിലെ മത്തനാണ്. മരുന്നിടാതെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ നമ്മുടെ സ്വന്തം മത്തൻ, പാടിയിലെ സ്വന്തം മത്തൻ. അപ്പോ അത് വെച്ച് നമ്മളൊരു പായസം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. കാരണം നമ്മളിപ്പോ പായസം ഒരുപാട് ഉണ്ടാക്കിയല്ലോ, അപ്പൊ അതിൽ മത്തൻ പായസം എന്തായാലും ഉൾക്കൊള്ളിക്കണമെന്ന് നമുക്ക് ഭയങ്കര നിർബന്ധമാണ്. അപ്പൊ ചെറിയൊരു മത്തനായാൽ കൂടി നമുക്ക് ഏകദേശം 1.5 കിലോ ഉണ്ടാവും. 1.5 കിലോന് മേലെ ഉണ്ട് അല്ലേ? നല്ല പഴുത്ത നല്ല അടിപൊളി പഴുത്ത മത്തനാണ്. അത് പാടിയിട്ടാണല്ലോ. അത് പാടിയിട്ടല്ലേ, അതുകൊണ്ട് നമുക്ക് മരുന്നിടാത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ വിചാരിക്കണം. നമുക്ക് നോക്കാം. അപ്പൊ മത്തൻ പായസത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എത്രയും പെട്ടെന്ന് നമുക്ക് ഭാഗ്യ ചേച്ചിനോട് ചോദിച്ചറിയാം. അപ്പൊ മത്തൻ പായസത്തിന് വേണ്ടി ഒരു 1.5 കിലോന്റെ ഒരു മത്തൻ എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് 1 പാല്, പിന്നെ കുറച്ച് വെള്ളം, നെയ്യ്, ഏലക്ക, മുന്തിരി, ഉണക്കമുന്തിരി, ബദാം, ഇത് 2 പാല് കുറച്ച് എടുത്തിട്ടുണ്ട്. അതേപോലെ ശർക്കര. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ മത്തൻ പായസത്തിന് എടുത്തിരിക്കുന്നത്. ഇപ്പൊ 1 പാല് 2 പാല് ഏകദേശം എത്ര? 3 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. 3 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 പാലും 2 പാലും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പൊ 3 തേങ്ങയുടെ പാലും പിന്നെ ശർക്കര പിന്നെ ആവശ്യത്തിന്. കാരണം മധുരം കൂടുതൽ മധുരം ഉണ്ടാവും. ഈ മധുരം അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് ആവശ്യത്തിന് ശർക്കര ചേർക്കും. ഇതിന്റെ മധുരം എത്രത്തോളം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇടാം. എങ്ങനെ പോയാലും 1 കിലോളം ഇടേണ്ടി വരും അല്ലേ? ഇടേണ്ടി വരും. അപ്പൊ നമുക്ക് മത്തൻ കട്ട് ചെയ്യാം. അതെ, നല്ല പഴുത്ത മത്തനാണ്. കുരുവൊക്കെ നല്ലപോലെ കട്ടി എടുക്കാം, മാറ്റാം. മത്തൻ വെച്ചിട്ട് ഇപ്പൊ നമ്മള് 2-3 ഇൻഗ്രീഡിയന്റ് ഉണ്ടാക്കി, 2-3 ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? പായസം വെച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇതിനെ നമുക്ക് നല്ല കട്ടിയില്ലാതെ കുറച്ച് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു കളഞ്ഞ് നൈസായിട്ട് കട്ട് ചെയ്ത് ഈ കുരു ഇത്രയും ശ്രദ്ധിച്ച് എടുക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുരു നമ്മൾ എടുത്തിട്ട് വറുത്ത് കഴിക്കും. കാരണം അത് വേറൊരു ടേസ്റ്റ് ആണ്. ഉപ്പൊക്കെ നല്ലപോലെ ഇട്ട് നമ്മുടെ പിരി മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് ഇത് വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഗൾഫ് നാടുകളിലൊക്കെ മത്തൻ കുരു പാക്കറ്റ് ആയിട്ടേ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഇതിൽ ഈ കുരു കളയാറില്ല, നമ്മളിത് വറുത്ത് കഴിക്കാൻ വേണ്ടി മാറ്റി വെക്കും. പഴുത്ത മത്തനാണ്. അതുപോലെ തന്നെ അത് മധുരം ഉണ്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നാലേ നമുക്ക് ശർക്കരയുടെ അളവും ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ചെറിയ മധുരം ഉണ്ടാവും. സത്യത്തിൽ ഇത് പായസം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ തന്നെ തിന്നാൻ തോന്നുന്നു. കാരണം അത്രയും മധുരമുണ്ട്. മത്തൻ നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് അതിന്റെ കുരുവെല്ലാം കളഞ്ഞ് ഉള്ളിലത്തെ ദശയൊക്കെ നല്ലപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വൃത്തിയായി കളഞ്ഞെടുക്കണം. വൃത്തിയായി കളഞ്ഞെടുത്തിട്ട് നല്ലപോലെ നൈസിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ 1.5 കിലോ മത്തൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ചെറിയ കുനുകുനാന്നുള്ള പീസാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ ഉള്ളിൽ വെച്ചിട്ട് വേവിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഗ്യാസ് ഓൺ ആക്കാം.
ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മത്തൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം, ഇത് നല്ല പോലെ ഒന്ന് വേവട്ടെ, നല്ലോണം വേവണം. നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇവിടെ മത്തൻ നല്ലപോലെ വേവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടി ആവണമെങ്കിൽ നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ല പോലെ ഉടയ്ക്കണം. ഉടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിൽ വേണമെങ്കിൽ അടിച്ചെടുക്കാം. ഇപ്പൊ നല്ലപോലെ ഉടഞ്ഞു കിട്ടുന്നുണ്ട്. ഒരു കയ്യിൽ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഉടയ്ക്കാം. നല്ല പോലെ പേസ്റ്റ് പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ്. നല്ല പോലെ ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വേവട്ടെ. മത്തൻ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ നല്ലപോലെ ഉടച്ചിട്ടുണ്ട്. പക്ഷെ നെയ്യ് ചേർത്ത് നല്ലപോലെ ഇളക്കി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര പൊട്ടിച്ച് വെച്ചതാണ്, അതിന് ചേർത്ത് കൊടുക്കാം. ശർക്കര പാകത്തിൽ ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ അരിയണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര ചേർത്തതിന് ശേഷം നല്ലപോലെ ശർക്കര അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം നമുക്ക്. രണ്ടാം പാൽ ഒഴിച്ച് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. അപ്പൊ കുറുകി വന്നിട്ടുണ്ട്. പായസം നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പായസം ലൈറ്റ് കളറായിട്ടുണ്ട്. ഇനി അധികം തിളയ്ക്കണ്ട, ചെറുതായിട്ടൊരു തിള വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. 1ാം പാൽ ഒഴിച്ചു. അപ്പം നല്ല തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതുപോലെ ഏലക്കാപ്പൊടി പൊടിച്ചത് അത് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബദാമും കിസ്മിസും ഒന്ന്
നമുക്ക് നല്ലപോലെ ഒന്ന് നെയ്യിൽ വറുത്ത് കൊട്ടാം. ചെറിയൊരു പാന് വെക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ബദാം പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ബദാം നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. മുന്തിരി നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നെയ്യോട് കൂടി തന്നെ ഇതിലൊഴിക്കാം. ഇവിടെ മത്തൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ 50ാമത്തെ എപ്പിസോഡിലെ പായസം, മത്തൻ പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാടിയിലെ മത്തനായതുകൊണ്ട് നമുക്ക് കൂടുതൽ സന്തോഷമാണ്. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കൽ ചടങ്ങ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഞാൻ അതും കൂടി ഒന്ന് കഴിക്കാം. നല്ല ചൂടുണ്ട്. ഏകദേശം ചൂടാറി. ദോശട്ടാ ഒന്ന് ടേസ്റ്റ് ചെയ്യും. സൂപ്പർ ആയിട്ടുണ്ട്. മത്തൻ പായസം പറയില്ല, അറിയില്ല. അടിപൊളിയായിട്ട്. അപ്പൊ ഞാൻ കഴിക്കണ്ട? കഴിക്കണം. കഴിച്ചാൽ അവരത് കഴിച്ചാലേ ടേസ്റ്റ് അറിയുള്ളൂ. വേറെ ലെവൽ അല്ലേ? കുഴപ്പമില്ല. അപ്പൊ ഇനി എടുക്കണ്ട കേട്ടോ, കുറച്ചെടുത്ത് കഴിച്ചാ മതി. ഇനി കഴിക്കണ്ട. കുഴപ്പമില്ല, ഇനി കഴിക്കണ്ട. വലിയ തെറ്റില്ല എന്ന് പറയാം. തെറ്റില്ലാന്നേ കാരണം നല്ല മധുരമുള്ള മത്തൻ, നല്ല മധുരമുള്ള ശർക്കര, നല്ല ബദാം, അല്ല ബദാം, കിസ്മിസ്, നെയ്യ് ഏലക്കായി ഇട്ടിട്ട് പായസം ഉണ്ടാക്കിയിട്ട് നന്നായിട്ടാണ് ചോദിച്ചാ ഞാൻ എന്തായാലും പറയാം. മത്തൻ പായസം അങ്ങനെ ആരും ഉണ്ടാക്കില്ല അധികം. മത്തൻ പായസം വളരെ റയറായിട്ട് ആൾക്കാർ ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് മത്തൻ പായസം ശരിക്കും ഇഷ്ടമല്ല. കാരണം ശരിക്കും മത്തൻ പായസം അതിൻ്റെതായ രീതിയിൽ ശരിക്കും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള പായസം മത്തൻ പായസം പാർക്ക് കണ്ട പെട്ടെന്ന് അറിയില്ല. നമ്മള് പറയെ കൊണ്ടേ അറിയുള്ളൂ മത്തനാണെന്ന്. കഴിച്ചു കഴിഞ്ഞാൽ മത്തന്റെ ഒരു സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല, മറ്റേ സംഭവങ്ങൾ ഒന്നുമേ ഇല്ല. അപ്പൊ മത്തൻ പായസം അറിയാത്ത വീട്ടിൽ ട്രൈ ചെയ്ത് കമന്റ്സിലൂടെ പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. അപ്പൊ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ. അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ